കോവിഡ് കാലം നമ്മളാരും മറന്നുപോയിട്ടുണ്ടാകില്ല. കോവിഡ് നിരവധിയായ ആളുകളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെ വലിയ തോതിൽ അത് ബാധിച്ചിരുന്നു. അത്തരത്തിലൊരു മേഖലയായിരുന്നു സിനിമാ മേഖല. അതിൽ തന്നെ തിയേറ്റർ ഉടമകൾ ആയിരുന്നു വലിയ തോതിൽ പ്രതിസന്ധി നേരിട്ടത്. കാരണം തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്താതെ തിയേറ്ററുകൾ അടച്ചുപൂട്ടിയ സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പല ചിത്രങ്ങളും OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ റിലീസ് ചെയ്യുകയും അങ്ങനെ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യുക, അവിടെ ലഭിക്കുന്ന ഒരു സ്വീകാര്യത, അങ്ങനെ ബിഗ് സ്ക്രീനിൽ ലഭിക്കുന്ന ഒരു വരവേൽപ്പ്, അത് തിരിച്ചു വരികയാണോ കേരളത്തിൽ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷുക്കാലത്ത് നിരവധി സിനിമകൾ ആണ് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അതെല്ലാം തന്നെ വലിയ വിജയമായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോൾ ഈ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഹരികൃഷ്ണൻ ആണ് ചേരുന്നത്. ഹരി, OTT പ്ലാറ്റ്ഫോമുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന സിനിമകളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറമാണല്ലോ തിയേറ്ററിൻ്റെ ഒരു വൈബ് എന്നത്. എപ്പോഴും സിനിമാ പ്രേമികൾക്ക് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ ആസ്വദിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സ്വീകാര്യത അത് OTT പ്ലാറ്റ്ഫോമുകൾക്ക് ഇപ്പോഴും ഇല്ല എന്നതാണ്. ഇപ്പോഴിതാ നിരവധി ചിത്രങ്ങൾ, മിക്കവാറും സിനിമകൾ ഹൗസ്ഫുള്ളായി ഓടുന്നു. അത് തിയേറ്റർ ഉടമകൾക്ക് വലിയ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നു. സിനിമാ മേഖല തന്നെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഇതിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് 2026 നമ്മൾ എടുത്തു നോക്കുമ്പോഴേക്കും ആദ്യത്തെ 2 മാസങ്ങൾ ജാനുവരിയും ഫെബ്രുവരിയും മലയാള സിനിമയ്ക്ക് അത്ര നല്ല സമയമായിരുന്നില്ല. ആകെ ഹിറ്റായത് രണ്ട് ചിത്രങ്ങളാണ്. ഒന്ന് യുവാക്കൾ എത്തിയ ചത്താ പച്ച എന്ന സിനിമയും മറ്റൊന്നും ഇതുപോലെ യൂത്ത് കേന്ദ്രീകൃതമായി ഇറങ്ങിയ സിനിമയെ പ്രകമ്പനവുമാണ്. ഈ ചത്താ പച്ചയിലാണ് മമ്മൂക്ക ക്യാമിയോ ആയിട്ട് എത്തിയത്. പക്ഷേ മാർച്ച് കഴിഞ്ഞപ്പോഴേക്കും, മാർച്ച് 19 നമുക്കറിയാം, ഈ ഫെബ്രുവരി 28 ശേഷം യുദ്ധമായിരുന്നു. അതിനുശേഷം GCC കൺട്രീസിൽ ഉൾപ്പെടെ തിയേറ്ററുകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഈ സിനിമകൾ റിലീസ് ആകുമോ എന്ന ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് ടോക്സിക് എന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് തന്നെ അവർ മാറ്റിവെച്ചത്. പക്ഷേ പിന്നീട് മാർച്ച് 19 ദുരന്തറും മലയാളത്തിൽ നിന്ന് ആട് 3യുമാണ് എത്തിയത്. ആട് 3 2026 മലയാളത്തിൽ 100 കോടി ക്ലബിൽ എത്തുന്ന ആദ്യത്തെ മലയാള ചിത്രമായി മാറി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ 14ാമത്തെ 100 കോടി ചിത്രമായിട്ട് ആട് 3 മാറുകയും ചെയ്തു. ആട് 3യുടെ ഒരു റണ്ണ് നന്നായി നടക്കുന്ന സമയത്താണ് ഏപ്രിൽ 2, അതായത് ഈ മാസം 2-ാം തീയതി, ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് തിയേറ്ററുകൾ തൂക്കിയടിക്കുന്നത്. ഒരു വലിയ സൂപ്പർ സ്റ്റാർ അല്ല, വലിയ സൂപ്പർ ഡയറക്ടർ അല്ല. ചിത്രത്തിന്റെ പേര് വാഴ 2 എന്നാണ്. ഇപ്പൊ 165 കോടി രൂപ ലോകമെമ്പാടും കളക്ഷൻ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൽ കേരളത്തിൽ നിന്ന് ഇന്നത്തെ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് 96 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 15 വരെയുള്ള ഈ 13 ദിവസത്തെ കാലയളവിലാണ് പറയാം. മലയാള സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി രൂപ കളക്ഷൻ നേടാൻ പോകുന്നെങ്കിൽ അത് മലയാളത്തിൽ തന്നെ 3ാമത്തെ ചിത്രമായിരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് വിഷുദിനമാണ്. സ്വാഭാവികമായിട്ടും പുതിയ സിനിമകൾ റിലീസിനെത്തും. അങ്ങനെ 2 പ്രധാനപ്പെട്ട സിനിമകളാണ് എത്തുന്നത്. ഒന്ന് ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് നായകനായി എത്തുന്ന പള്ളിച്ചട്ടമ്പി എന്ന സിനിമയാണ്. ഇത് ആക്ച്വലി 2-3 തവണ റിലീസ് ഡേറ്റ് മാറ്റിയതാണ്. ആദ്യം ഏപ്രിൽ 10-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്നായിരുന്നു, പിന്നെ 11 പിന്നെ ഇപ്പോൾ വിഷു ദിനത്തിനാക്കി. അതോടൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സംവിധാനം ചെയ്യുന്നത്. ഈ കോംബോ ഇതിന് മുമ്പ് എത്തിയത് എന്നാ താൻ കേസ് കൊടുക്കുന്ന സിനിമയ്ക്ക് ശേഷമാണ്. അത് ഗംഭീര വിജയമായി നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ദിലീഷ് പോത്തൻ, കുഞ്ചാക്കോ ബോബൻ, ചിദംബരം, ജാഫർ ഇടുക്കി, സജിൻ ഗോപു എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പോൾ ഈ 2 സിനിമകളാണ് നിലവിൽ വിഷുവിന് കേരളത്തിൽ ഓടുന്നത്. പക്ഷേ ഈ 2 സിനിമകളോടൊപ്പം തന്നെ പറഞ്ഞതുപോലെ തന്നെ വാഴ 2ഉം ഒരു സൈഡിൽ ഓടുന്നുണ്ട്. അതിന് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. തിയേറ്ററുകൾ ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ഏകദേശം 70% ഒക്യുപ്പൻസിയോടുകൂടി ഓരോ സ്ക്രീനും കഴിഞ്ഞു പോകുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ആട് 3യും അത്യാവശ്യം ഗംഭീരമായി തന്നെ ഓടുന്നുണ്ട്. തമിഴിൽ നിന്ന് LIK എന്ന് പറഞ്ഞൊരു ചിത്രം എത്തുന്നുണ്ട്. പക്ഷെ അതിന് അത്യാവശ്യം നല്ല റിപ്പോർട്ടുകൾ ഉണ്ട്. മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ ഈ 10-ാം തീയതി റിലീസ് ചെയ്തതാണ്. സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഡാർക്ക് കോമഡി ചിത്രമാണ്. അത് ഭരതനാട്യത്തിന്റെ 2ാം ഭാഗമാണ്. അതിനും നല്ല ഗംഭീര റെസ്പോൺസ് ഉണ്ട്. അതായത് റിലീസ് ചെയ്യുന്ന മലയാള സിനിമകൾ ഇപ്പോൾ അടുപ്പിച്ച്, അതായത് മാർച്ചിന് ശേഷം റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങൾ നീതി പുലർത്തുന്നു എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളും അതനുസരിച്ച് ഹൈപ്പുണ്ട്. മെയ് 1-ാം തീയതി പേട്രിയോട്ട് ഇറങ്ങുകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഏകദേശം 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം. അതിൽ കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്ന താരനിരയുണ്ട്. അങ്ങനെ ഒരു വലിയ താരനിര എത്തുന്ന ചിത്രം പേട്രിയോട്ടിന് വേണ്ടിയിട്ട് വലിയ ഹൈപ്പുണ്ട്. ദൃശ്യം 3 മെയ് 21-ാം തീയതി റിലീസിനെത്താൻ പോവുകയാണ്. ഫ്രാഞ്ചൈസ് എന്തൊരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് വൈസ് റിലീസിന് മുന്നേ കളക്ട് ചെയ്ത സിനിമയാണ് ദൃശ്യം 3. പാരമൗണ്ട് സ്റ്റുഡിയോസ് എന്ന ഹിന്ദി കമ്പനിയാണ് ആ ചിത്രത്തിന്റെ റൈറ്റ്സ് മുഴുവൻ വാങ്ങിയിരിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം അതിന്റെ റിലീസിന് മുമ്പേ തന്നെ റൈറ്റ്സ് വാങ്ങുന്നുണ്ട്. അങ്ങനെ മലയാള സിനിമ സുവർണ്ണ കാലഘട്ടം എന്ന് നമ്മൾ 2024 വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഹൈപ്പിനനുസരിച്ച് റിലീസിന് മുന്നേ ഇത്രയും വലിയൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുള്ളത് ദൃശ്യം ഫ്രാഞ്ചൈസ് 2013
തൊട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈപ്പാണ്. അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ മൂന്ന് അപ്ഡേറ്റുകൾ കൂടെ വന്നിട്ടുണ്ട്. തരുൺ മൂർത്തി മോഹൻലാൽ കോമ്പിനേഷൻ തുടരും എന്ന ചിത്രത്തിന് ശേഷം വലിയ ഹൈപ്പിലുണ്ടാക്കിയ സിനിമ അതിന്റെ ടൈറ്റിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതിമനോഹരം എന്നാണ് ചിത്രത്തിന്റെ പേര്. ആഷിഖ് ഉസ്മാനാണ് നിർമ്മിക്കുന്നത്. ലാലേട്ടൻ TS ലൗലജൻ എന്ന കഥാപാത്രമായിട്ട് SI കഥാപാത്രമായിട്ടാണ് എത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള ചിത്രം കൂടിയാണ് അത്. അതിനിടയിൽ ആന്റണി പെപ്പെ നായകനാകുന്ന കാട്ടാളൻ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് എത്തി. മെയ് 11/7 കൃത്യസമയം പറയുകയാണെങ്കിൽ അപ്പോഴാണ് ട്രെയിലർ റിലീസ് ചെയ്തത്. അങ്ങനെ വിഷുദിനത്തിൽ 2 സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുണ്ട്. അങ്ങനെ 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. തിയേറ്ററുകൾ നോക്കുകയാണെങ്കിൽ യെസ്, ആളുകൾ നല്ല കണ്ടന്റ് ആണെങ്കിൽ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അതിനൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ഇല്ല. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇമോഷണലി ടച്ച് ചെയ്യുന്നുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലെ ട്രെൻഡിങ് കണക്കുകൾ ഉൾപ്പെടെ അതിൽ വ്യക്തമാണ്. അതിനിടയിൽ നിവിൻ പോളി ചിത്രമായ പ്രതിച്ഛായയ്ക്ക് മികച്ചൊരു ഓളം ഉണ്ടാക്കാൻ കഴിയാതെ തിയേറ്റർ വിട്ട് പോവുകയും ചെയ്തു. ഹൈറ്റ്സ് ലോസ് രണ്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഗംഭീരമായ ഓഡിയോ സിനിമകൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ, തിയേറ്ററിൽ നിന്നും മാറിപ്പോയ സിനിമകളുമുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ തിയേറ്ററിലേക്ക് ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് OTT-യിൽ കാണാം, ഞങ്ങൾക്ക് OTT സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഞങ്ങളൊരു 150 രൂപയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ OTT-യിൽ വന്നിട്ട് കാണാമെന്നുള്ള മനോഭാവം തൽക്കാലം പ്രേക്ഷകർക്കില്ല. അതൊരു നല്ല സൂചനയാണ്. നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ അത് കാണാൻ തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് വാഴ 2ന്റെ കളക്ഷൻ, മോഹിനിയാട്ടത്തിന്റെ കളക്ഷൻ. ഇന്ന് റിലീസാവുന്ന 2 സിനിമകളുണ്ട്. അതിന്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് ഓർത്തിട്ടായിരിക്കും ഇന്ന് ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഒക്കെ ബുക്ക് ആവാൻ പോകുന്നത്. അങ്ങനെ ആളുകൾ ആദ്യത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ടും ആദ്യത്തെ ഷോയുടെ തിയേറ്റർ റെസ്പോൺസുകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിവ്യൂവേഴ്സിനേക്കാൾ കൂടുതൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓഡിയൻസ് നൽകുന്ന ജെനുവിൻ റെസ്പോൺസിന് ആളുകൾ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ ഒരു ട്രാക്കിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ആളുകൾ തിയേറ്റർ റെസ്പോൺസ് പറയുന്നതിന്റെ ജെനുവിൻ റിപ്പോർട്ട്സ് കണക്കിലെടുത്തുകൊണ്ടാണ് ബുക്കിങ്ങുകൾ കൂടുന്നത്. അത് നെഗറ്റീവായി വന്നു കഴിഞ്ഞാൽ ആളുകൾ പിന്നീട് വരാൻ മടിക്കുന്നു, OTT-യിൽ വന്നാൽ മതി എന്ന് ചിന്തിക്കുന്നു. അല്ല, നല്ല റിപ്പോർട്ടുകളാണെങ്കിൽ OTT-യിൽ വരാൻ വരെ വെയിറ്റ് ചെയ്യുന്നില്ല, കുടുംബസമേതം തിയേറ്ററുകളിലേക്ക് എത്താനും തയ്യാറാവുന്നു. അതുകൊണ്ടാണല്ലോ ഈ സൂപ്പർ താര പരിവേഷം പോലും ഇല്ലാതെ വാഴ 2 എന്നൊരു ചിത്രം ഇത്ര ഗംഭീരമായ കളക്ഷൻ കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനകത്തൊരു സൂപ്പർ താരമില്ല, സൂപ്പർ ഡയറക്ടർ ഇല്ല, ഒന്നുമില്ല. ആകെ നമുക്ക് പേരുള്ളത് ബിപിൻ ദാസ് എന്ന് പറയുന്ന റൈറ്ററും പിന്നെ ഹാഷറും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അതൊന്നും തിയേറ്ററിലേക്ക് ആളുകളെ പുൾ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അല്ല. തിയേറ്ററിലുള്ള ആളെ പുൾ ചെയ്യണമെങ്കിൽ ഗംഭീരമായ സ്ക്രീൻ പ്ലേ, കഥ, കണക്ട് ചെയ്യുന്ന ഇമോഷൻ രംഗങ്ങൾ ഉണ്ടാവണം. അത് ഉണ്ടെങ്കിൽ ആളുകൾ വരുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ് വാഴ 2. വരാൻ പോകുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളുണ്ട്. ഇതെല്ലാം മലയാള സിനിമ ഇൻഡസ്ട്രിയെ വളർത്തുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായത് വലിയ പ്രൊഡ്യൂസേഴ്സ് വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു, ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഒരുങ്ങുന്നു. അങ്ങനെ ഒരുങ്ങപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മെയ് 14 അതിരടി എന്ന് പറഞ്ഞൊരു ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ് ചിത്രം വരുന്നുണ്ട്. അങ്ങനെ ലൈനപ്പിൽ കുറച്ചധികം വലിയ പ്രോജക്ട്സ് ഉണ്ട്. അതെല്ലാം തിയേറ്ററുകളിൽ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നൊരു പരിപാടി തൽക്കാലം ഓഡിയൻസ് നിർമ്മാതാക്കളെ കൊണ്ട് എത്തിക്കുന്നില്ല. കാരണം നല്ല പടങ്ങളാണെങ്കിൽ കാണാൻ ഞങ്ങൾ വരും എന്ന് തന്നെയാണ് പ്രേക്ഷകരെ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോസ്റ്റുകൾ രൂപേണ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ നിർമ്മാതാക്കൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അവർ നടത്തുന്നുണ്ട് വിത്തൗട്ട് പെയ്ഡ്. അവർ അവരുടെ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇടുന്ന എത്രയോ പോസ്റ്റുകളും തരംഗമായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ബാക്കി ജോലി ചെയ്തോളും, അവർ ബാക്കി PR വർക്ക് ചെയ്തോളും എന്നുള്ള രീതിയിലാണ് നിലവിൽ സിനിമാ മേഖല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഗ്രേറ്റ് സൈനാണ്. കാരണം ഒരു ഡൾ നിറഞ്ഞ, ഇപ്പോൾ കോവിഡ് കാലം കഴിഞ്ഞിട്ട് പോലും 2025 ആയപ്പോഴേക്കും ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു, വരുമാനത്തിലൊരു ഡിപ്പ് ഉണ്ടായിരുന്നു, ഇറങ്ങിയ സിനിമകളുടെ എണ്ണത്തിന് പരാജയത്തിലൊരു കൂടുതലുണ്ടായിരുന്നു, റേഷ്യോയിൽ പെർസെൻറ്റേജ് കണക്കിലും അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് 2026 ആദ്യത്തെ 2 മാസങ്ങൾ ഡള്ളായിരുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജാനുവരി ഫെബ്രുവരി എന്ന 2 മാസങ്ങൾ ഡള്ളായിരുന്നു. ആകെ ഹിറ്റ് അടിക്കാൻ പറ്റിയത് 3 സിനിമകളാണ്. ജയറാം ചിത്രമായ ആശകളായിരവും രക്ഷപ്പെട്ടു പോയി എന്നത് ഒഴിച്ചു നിർത്തിയാൽ വലിയൊരു ഹിറ്റ് 2 മാസങ്ങളിലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നുകൊണ്ട് മാർച്ച് കഴിഞ്ഞിട്ട് ഏകദേശം പറയുകയാണെങ്കിൽ യുദ്ധം എന്ന് പറയുന്ന സാഹചര്യം മോശമായി നിന്ന് GCC കൺട്രീസിൽ ഉൾപ്പെടെ റിലീസ് മാറ്റിവെക്കുമോ എന്ന അവസ്ഥയിൽ നിന്നിട്ടതിന് ശേഷമാണ് 2 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഹിറ്റായിരിക്കുന്നത് എന്നത് കൂടി ആലോചിക്കണം. അതായത് മോശമായ അവസ്ഥയിൽ ആളുകൾ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട്, അതാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൈസ കൊടുക്കുന്നതിൽ ആളുകൾക്ക് വിഷയമില്ല, നല്ല കണ്ടന്റ് ആണെങ്കിൽ തിയേറ്ററിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കൂടി ആണ് നമ്മൾ ഈ എക്സാമ്പിൾസ് സഹിതം മനസ്സിലാക്കുന്നത്. അഭിലാഷ്.
യെസ്, എന്തായാലും ഓണക്കാലമാകട്ടെ, വിഷുക്കാലമാകട്ടെ, ക്രിസ്മസ് സീസൺ ആകട്ടെ, അവധിക്കാലമാകട്ടെ, അങ്ങനെയുള്ള സീസണുകളിൽ പലപ്പോഴും കേരളത്തിലെ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ സിനിമാ മേഖലയിലടക്കം ചില മാറ്റങ്ങൾ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ തിരിച്ചുവരവുകൾ ചില സിനിമകളിലൂടെ തിയേറ്ററുകളിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സിനിമയുടെ രൂപവും ഭാവവും ഒക്കെ മാറുന്നുണ്ട്, ആസ്വാദനത്തിൻ്റെ രീതി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമാകുന്ന, അതായത് വലിയ താരനിരകൾ ഒന്നുമില്ലാത്ത ചിത്രങ്ങൾ പോലും തിയേറ്ററുകളിൽ വമ്പൻ കളക്ഷൻ നേടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ലോക പോലെയുള്ള സിനിമ, അത് ഒരു വനിതാ കേന്ദ്രീകൃതമാകുന്ന കഥാപാത്രം, മറ്റ് റെക്കോർഡുകളൊക്കെ തകർത്ത് മുന്നേറുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നല്ല കണ്ടന്റ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് സ്വീകാര്യതയുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ സിനിമയെ ആസ്വദിക്കുന്ന തരത്തിലേക്ക് തിയേറ്ററുകളിലെ ഓഡിയൻസ് മാറുന്നു. ഇത്തവണ വിഷു ചിത്രം എന്ന നിലയിൽ ഒരുപാട് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ പലതിനും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടും ഇരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.